ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് സോറി പറയാനായിട്ട് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇൻട്രോ എടുത്തത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ആ വീഡിയോസ് ഡിലീറ്റ് ആയി പോയിട്ട് അത് കാരണം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. എന്ത് വീഡിയോ ആണ് വെച്ചാൽ ഒരു ബാത്തിങ് പൗഡറാണ് കേട്ടോ. ഡോക്ടർ ഷാർമിക തരുൺ പറഞ്ഞു തന്ന ഒരു അടിപൊളി വൈറലായിട്ടുള്ള ബാത്തിങ് പൗഡറാണ്. നമ്മുടെ ഫേസും ബോഡിയൊക്കെ മൊത്തത്തിലൊന്ന് ക്ലിയർ ആവാനും അതുപോലെ തന്നെ ബോഡിയും നമ്മുടെ ഫേസൊക്കെ നല്ല തിളക്കം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും നല്ല സോഫ്റ്റ് ആകാനും കറുത്ത പാടുകളും വെയിൽ കൊണ്ട് കരിവാളിപ്പ് അതുപോലെ തോലൊക്കെ നല്ല മുരുമുരാന്നുണ്ടാവും, അടന്നു പോയിട്ടുണ്ടാവും, അതൊക്കെ പോയി കിട്ടിയിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് നല്ല തിളക്കം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ബാത്തിങ് പൗഡറാണ്. 10 വയസ്സ് മുതൽ യൂസാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറ്റും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാത്തിങ് പൗഡറാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസാക്കാൻ പറ്റുന്ന ബാത്തിങ് പൗഡർ. നമുക്ക് ഡെയിലി യൂസാക്കി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഫുള്ളൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസ് കാണുന്ന സമയത്തിന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഞാൻ വെറുതെ പറയണതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മുഷിപ്പ് തോന്നരുത്. ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് മാത്രം പറയാനായിട്ട് ഇങ്ങനെ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ, പോകാം. അപ്പോൾ ബാത്തിങ് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു മിക്സർ ജാറ്. അതിലേക്ക് ചെറുപയറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയായി കഴുകിയിട്ട് ഉണക്കിയെടുക്കുക. ഇതേ പാത്രത്തിൽ തന്നെയാണ് എല്ലാതും എടുക്കുന്നത് കേട്ടോ. ഒരേ അളവിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരേ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത്, കുറച്ച് കൂടുകയോ കുറയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആദ്യം ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർന്ന് ഓട്സ് ആണ്, അതും അതേ അളവിൽ തന്നെ ആ ഒരു കുഞ്ഞു പാത്രത്തിൻ്റെ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിയാണ് കേട്ടോ. അരി പറഞ്ഞാൽ പച്ചരിയാണ്. ഇപ്പം ഞാൻ ദോശയ്ക്കൊക്കെ ഇടുന്ന അരിയുണ്ട്, ഇഡലി ദോശയൊക്കെ അരയ്ക്കൂലേ, ആ അരിയാണ് കേട്ടോ. അതും ഒരേ അളവിൽ തന്നെ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഈ പൊട്ടുകടല എന്നൊക്കെ പറയില്ല, ചട്നി ചമ്മന്തിയൊക്കെ അരയ്ക്കൂലേ, പൊട്ടുകടല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി പൊട്ടുകടല ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കടലപ്പരിപ്പുണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പൊട്ടുകടല പറയുന്നത് ചില പേര് പറയുന്നത് എന്താണ് പൊരികടല എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു പാത്രം, അതേ അളവിൽ തന്നെ ഒരു പാത്രത്തിൽ ബദാമാണ്, ഒരു 10-20 ബദാം വരും കേട്ടോ. പിന്നെ ചേർക്കുന്നത് മുൾട്ടാണി മിട്ടി, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരേ അളവിൽ തന്നെ എല്ലാം ചേർക്കണം കേട്ടോ. ഒരു 20 ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേർക്കുന്നത് മസൂർ ദാലാണ്, ചുവന്ന പരിപ്പ് പറയും. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ചുവന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ബാത്തിങ് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ആകാതെ വേണം പൊടിച്ചെടുക്കാൻ, വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട്. ഒരുപാട് ഫൈനില്ല, ചെറിയ തരികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഒരുപാട് ഫൈനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചല്ലടൊക്കെ ഉണ്ടല്ലോ, അതിലൊന്ന് ചലിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫൈനായിട്ട് പൊടിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുള്ളൂ. ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസും കൈയും കാലൊക്കെ ഒരു മഞ്ഞ കളറാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഈ മഞ്ഞളിൻ്റെയും ചെറുപയറിൻ്റെയും ഓട്സിൻ്റെയും കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ഫൈനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചലിച്ചെടുത്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചലിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല വെള്ളമൊന്നും തട്ടാത്ത, വെള്ളം കടക്കാത്ത, കാരൊന്നും കടക്കാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങളും അതുപോലെ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമുക്ക് ബാത്റൂമിൽ തന്നെ ഇത് എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് പുറത്തൊന്നും വെക്കേണ്ട, അവിടെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ തൈര്, ടൊമാറ്റോ ജ്യൂസ്, പൊട്ടാറ്റോ ജ്യൂസ്, പാല്, എന്ത് വേണമെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലും ബോഡി മൊത്തം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. ഇത് ബോഡി മൊത്തം അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉപയോഗിക്കാൻ തോന്നുന്നത്
ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുക കേട്ടോ. അപ്പം അതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് നിങ്ങളെങ്ങനത്തെ പാത്രത്തിലാക്കണം അതുപോലെ ആക്കി വെക്കുക. ഇപ്പോൾ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒന്ന് തേച്ച് കാണിച്ച് തരാം അതെങ്ങനെയാണ് തേക്കേണ്ടത് കൂടെ ഒന്ന് തേച്ച് കാണിച്ച് തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഫേസിന് ഒരു കൈക്കും തേക്കാനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ് കേട്ടോ. നമ്മുടെ സാധാരണ വെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളം, അതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല്, ടൊമാറ്റോ ജ്യൂസ്, പൊട്ടോട്ടോ ജ്യൂസ്, തൈര്, റോസ് വാട്ടർ, അതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം. നമുക്ക് ഫേസിന് മാത്രമാണെങ്കിൽ നമുക്ക് ടൊമാറ്റോ ജ്യൂസോ റോസ് വാട്ടർ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. ഇത് ബോഡി മൊത്തം യൂസ് ആക്കുന്ന സമയത്ത് നമുക്ക് പറ്റില്ല. റോസ് വാട്ടറും അതുപോലെ തന്നെ ടൊമാറ്റോ ജ്യൂസും ഒന്നും ഒരുപാട് പറ്റില്ല. അപ്പോൾ നമുക്ക് വെള്ളം തന്നെയാണ് നല്ലത്. വെള്ളത്തിൽ മിക്സാക്കി തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കുക. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണിത്. പാക്ക് എന്ന് പറയാൻ ബാത്തിയും പൗഡർ എന്ത് വേണം ഇതിനെ പറയാം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഒരുപാട് കട്ടിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ലൂസാക്കി എടുത്താലും മതി കേട്ടോ. ഒരുപാട് കട്ടിക്കൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ലൂസാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫേസിലും കയ്യിലും കാലിലും കഴുത്തിലും ബോഡി മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് വരെ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് തേച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് തേച്ച് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജും കൂടി ചെയ്യണം. നിങ്ങളുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒന്ന് നല്ലവണ്ണം സ്ക്രബൊക്കെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈ നമ്മുടെ തോലൊക്കെ ഉണ്ടല്ലോ, തോലൊക്കെ നല്ല മുരുമുരാന്ന് മുരിഞ്ഞിട്ട് ഈ തോലൊക്കെ ഒന്ന് ഇങ്ങനെ അടന്ന് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ പോയി കിട്ടാനൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ടാനൊക്കെ അടിച്ചിട്ടെങ്കിൽ ആ കറുപ്പ് കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും കേട്ടോ. നമ്മൾ ഡെയിലി യൂസ് ആക്കണം, നല്ലതാണ്. ഡെയിലി യൂസ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വീക്കിൽ 2 തവണയെങ്കിൽ യൂസ് ആക്കുക. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്ന കാണിച്ച് തരാം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഒരു യൂസിൽ തന്നെ, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊക്കെ തേച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസിലും കൂടി നിങ്ങൾക്ക് ഞാൻ തേച്ച് കാണിച്ച് തരാം. ഇനി ഫേസിൽ തേച്ചില്ലാവട്ടെ ഇനി ആരൊന്നും പറയാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ ഫേസിലും കൂടി തേച്ച് കാണിച്ചു തരാം കേട്ടോ. ഫേസ് മൊത്തം തേച്ച് കൊടുക്കുക. നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതൊന്ന് തേച്ചിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴുകി കളഞ്ഞാൽ മതി. സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതിക്കൊന്ന് സ്ക്രബും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഫേസിൽ വന്നിട്ട് വീക്കിൽ 2 തവണ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ സാധാരണ ഇട്ടിട്ട് കഴുകിക്കളയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ആക്കാം. പിന്നെ ബോഡി മൊത്തം നമുക്ക് യൂസ് ആക്കാം കേട്ടോ, ഡെയിലി യൂസ് ആക്കാം. പിന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. നമുക്കിപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. ഡെയിലി ചെയ്യുക, നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്യാം. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും യൂസ് ആക്കാം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിൽ 2 തവണയെങ്കിലും യൂസ് ആക്കുക. അതുപോലെ തന്നെ ഫേസിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ചെറിയ തരികളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫേസിൽ നല്ലവണ്ണം സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ വീക്കിൽ 2 തവണ മാത്രം അല്ലെങ്കിൽ 1 തവണ മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ദിവസങ്ങൾ ഡെയിലി സ്ക്രബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതുപോലെ ബോഡി മൊത്തം നമുക്ക് സ്ക്രബ് ചെയ്യുക, ഡെയിലി സ്ക്രബ് ചെയ്ത് കൊടുക്കുക ബോഡി മൊത്തം. അപ്പം നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ടാനുകൾ, കറുത്ത പാടുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല മോയ്സ്ചറൈസറായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമുക്കിപ്പോൾ വെള്ളത്തിലാണ് മിക്സ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് തേനോ അല്ലാതെ പിന്നെ തൈരോ പൊട്ടോട്ടോ ജ്യൂസോ നമ്മുടെ തക്കാളിയുടെ ജ്യൂസോ അങ്ങനെയൊക്കെ അതിലൊക്കെ ആക്കാം കേട്ടോ. റോസ് വാട്ടറോ അങ്ങനെ പാലിലോ അതിലൊക്കെ എന്തിൽ വേണം മിക്സ് ആക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമ്മൾ ബാത്റൂമിലായിരിക്കും, ഷവർ റൂമിലായിരിക്കും കൊണ്ട് വെക്കുക നമ്മുടെ ബാത്തിങ് പൗഡർ. അപ്പോൾ നമ്മൾ അവിടെ ഡെയിലി നമ്മൾ എന്താണെങ്കിലും ഇതൊന്നും യൂസ് ആക്കില്ല. അപ്പോൾ വെള്ളം തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ടാവുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് കഴുകിക്കളയണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ
അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം പോയിട്ട് ഒന്ന് വാഷ് ചെയ്യട്ടെ. വാഷ് ചെയ്ത് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തന്നെ മൊത്തത്തിൽ വാഷ് ചെയ്ത് കളയാനോ എനിക്ക് നല്ല റിസൾട്ടാട്ടോ. നല്ല സോഫ്റ്റായിട്ട് എൻ്റെ ഫേസൊക്കെ നല്ല സോഫ്റ്റാണ്. അതുപോലെ എൻ്റെ കൈ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസും അതുപോലെ നമ്മുടെ നമ്മുടെ ബോഡിയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കാനും അതുപോലെ നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കും ഈ ബാത്തിങ് പൗഡർ. അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കുക. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും യൂസാക്കാൻ പറ്റുന്ന ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാത്തിങ് പൗഡറാണ്. നമുക്കിത് ബാത്റൂമിൽ ബാത്റൂമിൽ കൊണ്ട് വെക്കുക. അവിടെ തന്നെ ഇതുപോലെ വെള്ളം തട്ടാത്ത ഇതിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് വെള്ളം കിടക്കാത്ത ഒരു പാത്രത്തിലാക്കുക. എന്നിട്ട് നമുക്ക് ബാത്തിങ് പൗഡർ അവിടെ തന്നെ വെക്കുക. നമുക്ക് കുളിക്കുന്ന സമയത്ത് ഡെയിലി യൂസ് ആക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് അത്ര യൂസ് ചെയ്യാൻ എനിക്കുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ ശേഷം ഞാൻ വേറെയും പൊടിച്ചെടുത്തിട്ട് യൂസ് ആക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാൻ യൂസാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പൊടിച്ചിട്ട് വേണം എൻ്റെ കാണിച്ച് തരാൻ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുറച്ചെടുത്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിൽ ഇതല്ലെങ്കിൽ വേറൊരു ബോട്ടിലാക്കുക. എന്നിട്ട് ഫ്രിഡ്ജല്ല നമ്മുടെ ബാത്റൂമിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് എനിക്ക് ഡെയിലി ഇത് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വെൻഡപ്പ് ചെയ്യാൻ പോകണം. എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാണുന്ന സമയത്തിന് ഒന്ന് ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും ഈ വീഡിയോസ് കാണാൻ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആ തെറ്റു കുറ്റങ്ങളൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം, എല്ലാവർക്കും പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.